ശ്രീ ആൻഡ്രൂ, ദിശാമാറ്റമാണോ ഈ ദിശ എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷമായി UDF-നുണ്ടായിട്ടുള്ള നഷ്ടം മുഴുവൻ ഒരു വർഷം കൊണ്ട് നികത്താനുള്ള ഒരു ബഡ്ജറ്റായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഒന്നാമത്തെ കാര്യം എന്താ പറഞ്ഞാൽ, ഈ കിഫ്ബി വേണ്ട എന്ന് വെക്കുകയാണ്. കിഫ്ബി വേണ്ട എന്ന് വെക്കുമ്പോൾ കഴിഞ്ഞ 10 വർഷമായി 1 ലക്ഷം കോടി രൂപയുടെ അടിസ്ഥാന വികസനമാണ് കിഫ്ബിയിൽ കേരളത്തിൽ കൊണ്ടുവന്നത്. അതിൻ്റെ അകത്താകെ ഇനി 30,000 രൂപ മുടക്കിയിട്ടുണ്ടെങ്കിൽ 1 ലക്ഷം കോടി രൂപയുടെ അടിസ്ഥാന വികസനമാവും. ഇപ്രാവശ്യം കേരളത്തിൽ വി.ഡി. സതീശൻ സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ മൂലധന ചെലവ് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് മാറ്റി വെച്ചിരിക്കുന്നത് 19,000 കോടി രൂപ മാത്രമാണ് എന്നുള്ളതാണ് ഏറ്റവും. നമ്മൾ ഈ വായു കൊണ്ട് ആകാശത്ത് നിന്ന് പറയുന്ന സാധനം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് തെളിയിക്കേണ്ട കാര്യം. ഞാൻ 2 ദിവസം മുന്നേ അത് പറഞ്ഞു. ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് പറയേണ്ടത് ഈ ബഡ്ജറ്റിൽ തിരിച്ചറിയാം എന്നുള്ളതാണ്. ശൂന്യമായ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും ശൂന്യമായൊരു ബഡ്ജറ്റില്ല. എല്ലാം വൺ ലൈൻ ബഡ്ജറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കാര്യത്തിനും പൂർത്തീകരണമില്ല. എല്ലാം ചോദിച്ചിട്ട് ഒരു ലൈനിൽ അവസാനിപ്പിക്കും. ചോദിച്ചിട്ട് ഇത്ര ഇന്നത് ഇത്ര എന്ന് പറഞ്ഞിങ്ങനെ പോവുകയാണ്. വൺ ലൈൻ ബഡ്ജറ്റാണ്. ഒരു കാര്യത്തിൽ പൂർത്തീകരണമില്ല. ബഡ്ജറ്റ് കേട്ട ഒരാൾക്ക് ഒരു കാര്യവും മനസ്സിലായിട്ടില്ല. എത്ര ബഡ്ജറ്റാണ്, ഏതൊക്കെ ഫണ്ട് ആർക്കൊക്കെയാണ് വകയിരുത്തിയത്, എന്തിനു വേണ്ടി ഇത് എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, ഏത് ശൈലിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യും, എന്താണ് ഇതിൻ്റെ രൂപരേഖ, ഇതുമായി മുന്നോട്ട് പോകുന്ന സർക്കാർ എങ്ങനെയാണ്, എവിടെ നിന്നാണ് പണം കണ്ടെത്തുക, ആരിൽ ത്രൂ ആണ് പണം കണ്ടെത്തുക, എവിടെ നിന്ന് ഇത് കണ്ടെത്തും, ആർക്കൊക്കെ ഏതൊക്കെ ഭാഗം സ്വകാര്യവൽക്കരിക്കും, ഏതൊക്കെ ഭാഗം സ്വകാര്യവൽക്കരിക്കില്ല, എവിടെ നിന്നാണ് ഇതിൻ്റെ നഷ്ടം നികത്താൻ പോകുന്നത്, എവിടെ നിന്നാണ് ലാഭം വരാൻ പോകുന്നത്, എങ്ങനെയാണ് വിദ്യാർത്ഥികൾക്കും അടിസ്ഥാന വർഗത്തിനും ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിക്കുക, ഒന്നിനും ഒരു ക്ലാരിറ്റി ഇല്ല. എല്ലാം 100 കോടി 2 കോടി 10 കോടി 5 കോടി എന്ന് പറഞ്ഞിട്ട് തുടങ്ങി വെച്ചിരിക്കുകയാണ്. ഒറ്റ കാര്യമുള്ളൂ. കാര്യമെന്ന് പറഞ്ഞാൽ എന്താണ്? കാര്യമെന്ന് പറയുന്നത് ഈ 2 വർഷത്തേക്ക് വലിയ ഇലക്ഷനൊന്നും വരാനില്ല, അതുകൊണ്ട് വമ്പ പ്രഖ്യാപനങ്ങളൊന്നുമില്ല, എന്തെങ്കിലും കാണിച്ചങ്ങ് പോയാൽ മതി, കാരണം അടുത്ത വർഷത്തേക്ക് കാര്യങ്ങൾക്ക് ഒരു രൂപരേഖയാകാം എന്നുള്ളതാണ്. ഞാൻ ഈ 10 വർഷം കൊണ്ടുണ്ടായ നഷ്ടം നികത്താനാണ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. കാരണം എന്താ പറയുക, ഒരു കേന്ദ്രീകൃത സംവിധാനമായിരുന്നു കിഫ്ബി എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ ബഡ്ജറ്റിൽ നിന്ന് വരുന്ന പണം കേരളത്തിലെ മറ്റുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും അടിസ്ഥാന വികസനത്തിന് വേണ്ടി സ്വന്തമായി പണം കണ്ടെത്താനുള്ള സംവിധാനം ഉണ്ടാകുകയും കേരളത്തിൽ അടിസ്ഥാന വികസനം നടത്തുകയാണ് ചെയ്തത്. അതോടുകൂടി കേരളത്തിലെ സ്കൂളുകളും റോഡുകളും പാലങ്ങളും വഴികളും അടിസ്ഥാനപരമായി വികസിപ്പിക്കേണ്ട സംവിധാനങ്ങളെല്ലാം വികസിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ ഇപ്രാവശ്യം എന്ത് സംഭവിച്ചു? ഇപ്രാവശ്യം PWDക്ക് 5,000 കോടി മാറ്റിവെച്ചു. ഓരോ വകുപ്പുകൾക്ക് തിരിച്ച് 5,000-10,000 കോടികൾ മാറ്റി വെച്ചവർക്ക്. ഇനി ആരാ ഈ പ്രോജക്റ്റ് നടത്താൻ പോകുന്നത്? ഈ പ്രോജക്റ്റ് നടത്താൻ പോകുന്നത് ഈ വകുപ്പുകളാണ്. കാരണം അവരുടെ ഇഷ്ടത്തിലേക്കുള്ള സ്ഥലങ്ങൾക്ക് പൈസ കൊടുക്കും, അവരുടെ ഇഷ്ടത്തിലുള്ള പ്രോജക്റ്റുകൾ മുന്നോട്ട് കൊണ്ടുപോകും, ആ ഇഷ്ടത്തിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നുള്ള രീതിയിൽ. ഇപ്പോൾ കേരളത്തിൽ നോക്കുമ്പോൾ കോൺട്രാക്ടർമാർക്കല്ല, അതായത് ചെറുകിട അല്ലെങ്കിൽ ഒരു മീഡിയം കോൺട്രാക്ടർമാർക്കല്ല വലിയ സന്തോഷമായിരിക്കും. അതെന്താ സന്തോഷം എന്ന് പറയാൻ കാരണം ലീഗിന് PWD കിട്ടിയ സമയത്ത് തന്നെ ലീഗ് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്, കോൺട്രാക്ടർമാരുടെ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അതിന് മലപ്പുറത്ത് മീറ്റിംഗ് വിളിച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. എന്തുകൊണ്ടാണ് കാരണം ആ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ കേരളത്തിലെ രാഷ്ട്രീയ സംവിധാനങ്ങളെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നല്ല ധാരണയുള്ളവരാണ് കേരളത്തിലെ ബിസിനസ്സുകാരും കേരളത്തിലെ കോൺട്രാക്ടർമാരും കേരളത്തിലെ ഈ സംവിധാനത്തിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും. അപ്പോൾ അതിൻ്റെ എല്ലാ സംവിധാനവും രണ്ടാമത് ഓപ്പൺ ചെയ്ത് കൊടുത്തു എന്നുള്ളതാണ്. കാരണം ഈ പറയുന്ന PWDയിലേക്ക് 5,000 കോടി മാറ്റി വെക്കുന്ന സമയത്ത് ഇനി കിഫ്ബിക്ക് വേണ്ടി പണി മാറ്റി വെക്കാൻ പറ്റുമോ? കേരളത്തിൽ ഏകദേശം 40,000 കോടി രൂപയുടെ പ്രൊജക്റ്റാണ് മുന്നോട്ട് പോകുന്നത്. ഈ 40,000 കോടി മുന്നോട്ട് പോകുന്ന പ്രൊജക്റ്റുകളുടെ അവസ്ഥ എന്താവും? വയനാട്ടിലേക്ക് തുരങ്കപാതേൻ്റെ അവസ്ഥ എന്താവും? ഇനി ഈ ബഡ്ജറ്റിൽ പണം നീക്കി വെക്കാതെ ഇനി അതുകൂടാതെ വേറൊരു പണം കണ്ടെത്തി നീക്കി വെക്കാൻ കഴിയുമോ? ബഡ്ജറ്റിന് പുറത്തെ ഒരു സംവിധാനം. കാരണം വി.ഡി. സതീശൻ പറഞ്ഞത് എന്തായിരുന്നു? മുഖ്യമന്ത്രി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഈ സർക്കാരിൻ്റെ സംവിധാനത്തിന് പുറത്തൊരു സംവിധാനം വർക്ക് ചെയ്യുന്നു എന്നാണ് കിഫ്ബിനെ കുറിച്ച് പറഞ്ഞത്. അതൊരു അധോലോകമായി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത്. ആ അധോലോകത്തെ ഇപ്പോൾ സതീശൻ ബഡ്ജറ്റിൽ നിന്ന് മാറ്റി നിർത്തി. ആ സംവിധാനത്തെ ബഡ്ജറ്റിൽ നിന്ന് മാറ്റി ഒരു സംവിധാനം പൈസയും കൊടുത്തില്ല. അവർ നടക്കുന്ന പ്രൊജക്റ്റുകൾ എന്താവും, ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും? ഇപ്പം ഞാൻ പറയാം, കേരളത്തിൽ 600 കിലോമീറ്റർ സമുദ്രാതിർത്തി ഉണ്ടെന്ന് പറയുന്നു. കേരളത്തിൽ മാത്രമേ സമുദ്രാതിർത്തി 600 കിലോമീറ്റർ ഉള്ളൂ. ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങളൊന്നും സമുദ്ര അതിർത്തിയില്ല. കേരളത്തിലെ സമുദ്രാതിർത്തിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ അറിയോ? മിനറലുകളാൽ സമ്പുഷ്ടമാണ് കേരളത്തിലെ സമുദ്രാതിർത്തി. അതുകൊണ്ടാണ് കേരളത്തിലെ തീരദേശത്തിന് ഇത്ര വാല്യൂ എന്ന് പറയുന്നത്. മിനറലുകളാൽ സമ്പുഷ്ടമായ വേറെ ഒരു സമുദ്രാതിർത്തിക്ക് ഇന്ത്യയിൽ എവിടെയെന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ടാണ് അവിടെ അദാനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, അവിടെ CMRL ഇൻട്രസ്റ്റ് ഇല്ല, അവിടെ ഈ പറയുന്ന ഒരു കമ്പനികൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല. എന്താണ്? അവിടുന്ന് നിങ്ങൾ ആഴക്കടൽ ഖനനം നടത്താതെ, ആഴക്കടലിൽ ആഴം കൂട്ടാതെ നിങ്ങൾക്ക് വ്യാവസായിക കോറിഡോർ ഉണ്ടാക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് ഈ സമുദ്രത്തിൻ്റെ സൈഡിൽ കൂടെ ബോട്ട് ഓടിച്ചിട്ട് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കും തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോടേക്ക് പോകാൻ കഴിയോ? നിങ്ങൾക്ക് ഈ പുലിമുട്ട് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട് വിഴിഞ്ഞത്ത്. എങ്ങനെയാണ് പുലിമുട്ട് ഉണ്ടാകുന്നത്? കടൽ തിരയടിച്ച് വരുമ്പോൾ തിരയിൽ നിന്നും ബോട്ടുകൾ അതിൻ്റെ തിരയിൽപ്പെട്ടിട്ട് ബോട്ട് പോയി മതിലിടിക്കുന്നതാണ് ഈ പറഞ്ഞ അപകടം ഉണ്ടാകുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? തിരയ്ക്ക് ഉള്ളിൽ ഓടണം ബോട്ടുകളെല്ലാം തിരയ്ക്ക് ഉള്ളിൽ ഓടണം. അവിടെ ഈ പറഞ്ഞ ചെറുകിട ബോട്ടുകൾ ഓടിക്കാൻ കഴിയുമോ?
ഇതിനേക്കാളും നല്ല രീതിയിൽ ദുബായും സൗദിയും ഖത്തറും ഒമാനൊക്കെ നടത്തേണ്ടതല്ലായിരുന്നു. എന്തുകൊണ്ട് നടത്താൻ കഴിയുന്നില്ല? ഒറ്റ കാര്യമുള്ളൂ. ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? നിങ്ങളുടെ കൊച്ചി പോർട്ട് കേരളത്തിൽ കൊച്ചിയിലുണ്ടല്ലോ, എറണാകുളത്ത് പോർട്ടുണ്ടല്ലോ, പോർട്ടില്ലേ? ആ പോർട്ടിൽ എന്ത് വികസനമാണ് നടക്കാൻ പറ്റുക? അവിടേക്ക് വലിയ കപ്പലുകൾ അടുപ്പിക്കാൻ കഴിയുമോ? വലിയ കപ്പലുകളെ പോർട്ടിലേക്ക്, കൊച്ചി പോർട്ടിലേക്ക് അടുപ്പിക്കാൻ കഴിയും. എന്തുകൊണ്ട് അടുപ്പിക്കാൻ കഴിയുന്നില്ല? പൊന്നാനി പോർട്ടുണ്ടല്ലോ, പോർട്ടിലേക്ക് അവിടെ ആഴമുണ്ടോ? അവിടെ ആഴം കൂട്ടാതെ അവിടെ കപ്പലടുപ്പിക്കാൻ കഴിയുമോ? വിഴിഞ്ഞ് പിന്നെ നമ്മുടെ അഴീക്കോട് പോർട്ടുണ്ടല്ലോ, തലായിൽ പോർട്ടുണ്ടല്ലോ, ഇവിടേക്ക് അടുപ്പിക്കാൻ കഴിയുമോ? കപ്പലിലടുപ്പിക്കാൻ കഴിയുമോ? അപ്പം നമ്മൾ വികസനം എന്ന് പറയുന്ന സാധനം ആകാശത്ത് നിന്ന് കൂട്ടി ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? ഞാനൊരു ഉദാഹരണം പറയാം. വി ഡി സതീശൻ ഈ ക്ഷേമ പെൻഷൻ 2000 ആക്കി വർദ്ധിപ്പിച്ച സമയത്ത് പിന്നെ പത്രക്കാരെ കണ്ട സമയത്ത് എന്താ പറഞ്ഞതെന്നറിയോ? ഈ 2000 ആര് കൊടുക്കേണ്ട കാര്യമില്ല, LDF സർക്കാർ കൊടുക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആദ്യത്തെ ബഡ്ജറ്റിൽ, അത് ഇങ്ങനെ തന്നെ പറയും, ആദ്യത്തെ ബഡ്ജറ്റിൽ ഞങ്ങൾ 2500 പ്രഖ്യാപിക്കും. എന്തേ കണ്ടില്ലല്ലോ ഇന്നത്തെ പ്രഖ്യാപനത്തിൽ? ആദ്യത്തെ ബഡ്ജറ്റിൽ 2000 LDF സർക്കാർ കൊടുക്കുന്ന സമയത്ത് പറഞ്ഞാണ് ഞങ്ങൾ ആദ്യത്തെ ബഡ്ജറ്റിൽ 2000 അല്ല കൊടുക്കേണ്ടത്, 2500 കൊടുക്കേണ്ടത്, ഞങ്ങൾ ആദ്യത്തെ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞു. കണ്ടില്ലല്ലോ. ഇടതുപക്ഷ സർക്കാർ പറഞ്ഞ കാര്യമാണ്, കേരളത്തിലെ മുഴുവൻ പിന്നെ യുവാക്കൾക്ക് പഠിക്കാനുള്ള സംവിധാനം മുഴുവൻ ഫ്രീ ആക്കും, കോളേജ് വിദ്യാഭ്യാസം മുഴുവൻ ഫ്രീ ആക്കും എന്ന് പറഞ്ഞു. അപ്പോൾ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് സമയത്ത് പറയാം, ഞങ്ങൾ എല്ലാ വിദ്യാർത്ഥികളും 1000 രൂപ കൊടുക്കുമെന്ന് പറഞ്ഞു. കൊടുക്കുന്നത് കണ്ടില്ലല്ലോ, ബഡ്ജറ്റിൽ കൊടുക്കുന്നത് കണ്ടില്ലല്ലോ. അപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ബഡ്ജറ്റ് എന്ന് പറയുന്നത് 5 വർഷത്തേക്കേ ഉള്ളൂന്നേ. അത് 20 വർഷത്തെ പ്രൊജക്റ്റ് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ 20 വർഷം കൊണ്ട് നടപ്പിലാക്കും എന്ന് പറയുന്ന കാര്യമില്ലല്ലോ. ലോങ് വിഷനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം 15 വയസ്സുള്ള കുട്ടികൾക്ക് 25 വയസ്സ് കഴിഞ്ഞിട്ട് ജോലി കിട്ടിയാൽ മതിയോ? അല്ലെങ്കിൽ 25 വയസ്സുള്ള ആൾക്ക് 40 വയസ്സ് കഴിഞ്ഞ് ജോലി കിട്ടിയാൽ മതിയോ? നിങ്ങൾക്ക് ഇപ്പോൾ ജോലി കിട്ടുന്ന സംവിധാനം എന്താണ്? അല്ലേ? നമ്മൾ ഗിമ്മിക്കുകൾ കൊണ്ട് കാര്യം മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ. ഗിമ്മിക്കുകൾ നടപ്പിലാക്കി മുന്നോട്ട് പോയിട്ട് കാര്യമുണ്ടോ? ഇപ്പോൾ ലൈഫ് മിഷൻ കേരളത്തിലെ പിന്നെ എന്താണ്, കേരളത്തിൽ 4.5 ലക്ഷം വീടുകൾ വെച്ച് കൊടുത്തു. ലൈഫ് മിഷൻ ശരിയല്ല എന്ന് പറഞ്ഞു. ലൈഫ് മിഷന് പകരം ഇവർ മുന്നോട്ട് വെച്ച പദ്ധതി എന്താ? ഇന്ന് ബഡ്ജറ്റ് കഴിഞ്ഞല്ലോ, നിങ്ങളെല്ലാവരും പത്രക്കാരെല്ലാവരും കണ്ടതാണല്ലോ, കേരളത്തിലെ ജനങ്ങളും കണ്ടതാണ്. ലൈഫ് മിഷന് പകരമായി കേരളത്തിലെ VDC സർക്കാർ മുന്നോട്ട് വെച്ച പദ്ധതി എന്താ? പറ. അങ്ങനെ ബഡ്ജറ്റ് കണ്ടോ? നമ്മുടെ മുന്നിൽ പദ്ധതി കണ്ടോ? പക്ഷേ ലൈഫ് മിഷൻ മോശമാണ് എന്ന് പറഞ്ഞു, കിഫ്ബി മോശമാണെന്ന് പറഞ്ഞു. കിഫ്ബിക്ക് പകരമായി മുന്നോട്ട് വെച്ച പദ്ധതി എന്താ? അത് നമുക്കറിയണ്ടേ പദ്ധതി എന്താ? ഇതുകൊണ്ടാണ് മുൻകാലങ്ങളിൽ എന്ത് സംഭവിച്ചത്? മുൻകാലങ്ങളിൽ KM മാണി ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ പാലയ്ക്ക് കുറേ സംവിധാനം ഉണ്ടാവും, ഇത് PWD എന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയ്ക്ക് പല സംവിധാനങ്ങളുണ്ടാവും. ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടാൽ എന്താ? ഇതിങ്ങനെ വീതം വെച്ച് കൊടുക്കുകയാണ്. കാരണം കേരളത്തിലെ UDF സംവിധാനങ്ങൾക്ക് വീതം വെപ്പല്ലാതെ നടക്കത്തില്ല എന്നുള്ളതാണ്. അതെന്താണോ പരമ്പരാഗത രീതി, ആ പരമ്പരാഗത രീതിയിലേക്ക് തിരിച്ചുപോയി. ലീഗിൻ്റെ സംവിധാനങ്ങൾക്ക് വേണ്ട വീതം വെച്ച് കൊടുത്തു. കേരള കോൺഗ്രസിന് വേണ്ട സംവിധാനങ്ങൾ ലീവ് വെച്ചു. മന്ത്രിമാരുടെ സംവിധാനങ്ങൾക്ക് വേണ്ട ലീവ് വെച്ച് കൊടുത്തു എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ക്ലാരിറ്റിയോടുകൂടി വേണ്ട സംവിധാനങ്ങളുണ്ടല്ലോ. ക്ലാരിറ്റിയോടുകൂടിയിട്ട് എവിടെ എന്തിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും? വയനാട്ടിൽ തുരങ്കപാതേൻ്റെ അവസ്ഥ എന്താ? അപ്പോൾ നമ്മൾക്കിത് മനസ്സിലാവണ്ടേ? നമുക്കിത് എങ്ങനെയാണ്? ഇതാ കിഫ്ബി ഒരു പ്രൊജക്റ്റ് വെച്ചിരുന്നു. തിരുവനന്തപുരം തുടങ്ങി കോട്ടയം വരെയുള്ള MC റോഡിന് 5230 കോടി രൂപേൻ്റെ ഒരു പ്രൊജക്റ്റ് മുന്നോട്ട് വെച്ചിരുന്നു കഴിഞ്ഞ നിയമസഭാ സഭ. അതിൻ്റെ പ്രൊജക്റ്റിൻ്റെ അവസ്ഥ എന്താ ഇപ്രാവശ്യം? കാരണം ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കണ്ടിന്യൂഷനാണെന്ന് വാങ്ങിക്കുക പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണല്ലോ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കണ്ടിന്യൂഷനാണ്. ആ 5000 സംതിങ് കോടി രൂപേൻ്റെ 5600 സംതിങ് കോടി രൂപേൻ്റെ പ്രൊജക്റ്റിൻ്റെ അവസ്ഥ എന്താ? അപ്പം ഈ പറഞ്ഞ MC റോഡിൻ്റെ വീതി കൂട്ടുന്ന പരിപാടി ഇല്ലേ? അത് 6 ലൈനാക്കുന്ന പരിപാടി ഇല്ലേ? അതിന് സ്ഥലമായിട്ട് എടുക്കുന്ന പരിപാടി ഇല്ലേ? നമുക്കറിയണ്ടേ? അപ്പം നമ്മളെന്താ വിചാരിക്കുന്നത്? ഇതിപ്പോൾ ഞാൻ നോക്കുമായിരുന്നു, എന്താ പറയുക, 2,05,167 കോടി രൂപയുടെ ചിലവാണ് ആരുടെ ബഡ്ജറ്റിൽ വരുന്നത്? VDC സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ വരുന്നത്. എത്രയാണ് അവരുടെ വരവ് എന്ന് പറയുന്നത്? 1,63,000. ബാക്കി 52,000 കോടി രൂപയുടെ 52,364 കോടി രൂപയുടെ നഷ്ടമാണ്. കാരണം 52,000 കോടി രൂപ കയ്യിലില്ല, കമ്മിയാണ്. കാരണം എന്താ? 2,05,000 കോടി രൂപ പ്രൊജക്റ്റ് പ്രഖ്യാപിക്കുകയും 1,69,000 കോടി രൂപ മുടക്കുകയും ചെയ്യുമ്പോൾ ആ 2,05,000 കോടി രൂപ 52,000 കോടി രൂപ എവിടെ നിന്ന് എടുക്കണം? ലോൺ എടുക്കണം. ഇത്രയും നാളും VDC സർക്കാർ എന്താ പറഞ്ഞത്? അയ്യോ ലോൺ എടുത്ത് കൂട്ടുകയാണ്, കേരളത്തിൽ ലോൺ എടുത്ത് കടത്തിലേക്ക് തള്ളിവിടുകയാണ് എന്നിട്ട് പറഞ്ഞ VDC സർക്കാർ 52,000 കോടി രൂപ ലോൺ എടുക്കേണ്ട അവസ്ഥ വന്നു. ഇതേ അവസ്ഥ തന്നെയാണ് KN ബാലഗോപാൽ പറഞ്ഞിരിക്കുന്നത്. 2,17,000 കോടി രൂപയുടെ ചെലവും 1,82,000 കോടി രൂപ വരവുണ്ട്. ഈ വരവിൽ 20,000 കോടി രൂപയുടെ കുറവ് വന്നു. ആ 20,000 കോടി എവിടുന്ന കുറവ് വന്നത്? കേന്ദ്രത്തിൽ നിന്ന് കിട്ടാമെന്ന് പറഞ്ഞ പൈസ കിട്ടിയില്ല. ഈ ബഡ്ജറ്റ് VDC ബഡ്ജറ്റ് നമ്മൾ എന്ത് വ്യത്യാസമുള്ളത്? നോക്ക്, 51,000 കോടി രൂപയാണ് ആര് ലോൺ എടുക്കുമെന്ന് പറഞ്ഞത്? KN ബാലഗോപാൽ ലോൺ എടുക്കുമെന്ന് പറഞ്ഞത് 51,000 കോടിയാണ്. VDC വന്നപ്പോൾ 52,364 കോടിയായി. 1,364 കോടിയുടെ കടമെടുപ്പ് പരിധി കൂടുകയാണ് ചെയ്തത്. അപ്പോൾ ഈ രണ്ട് സർക്കാർ തമ്മിൽ എന്താ വ്യത്യാസം? കേരളത്തിലെ ജനങ്ങൾ ഇതാണ് ആഗ്രഹിച്ചത്.
കേരളത്തിലെ പിന്നെ ഇൻഷുറൻസ് ഞങ്ങൾ പൈസ അടച്ചെടുക്കേണ്ടി വരും എന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണോ കേരളത്തിലെ ജനങ്ങൾ UDF സർക്കാർ വോട്ട് ചെയ്തത്? ഇൻഷുറൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും തരാം, ഞങ്ങൾ ഫ്രീ ആയിട്ട് തരാം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾ ഇൻഷുറൻസ് ഞങ്ങൾ തരാൻ പോകുന്നില്ല എന്ന് പറയാൻ കേൾക്കാൻ വേണ്ടിയിട്ടാണോ? അങ്ങനെയല്ലല്ലോ. ഞാൻ ചോദിക്കുന്നത് 2025, 26, 27 കാലയളവിലെ പദ്ധതി എന്താ? 2030, 35 നമുക്ക് നോക്കാം. ശരി, 25, 26 കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതി ഒരെണ്ണം പറ. ഒരെണ്ണം കേരളത്തിൽ 25, 26, 27 കാലയളവിൽ കേരളത്തിൽ നടപ്പിലാക്കുന്ന ഈ മാർച്ച് തുടങ്ങി 2027 മാർച്ച് 31 വരെയുള്ള സമയത്ത് നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു പദ്ധതി പറ. ഒരെണ്ണം. ഒരു വർഷത്തേക്കുള്ള പദ്ധതി അല്ല, ഒരെണ്ണം പറ. ഈ വർഷം മുന്നോട്ട് പോകണല്ലോ. ഈ വർഷത്തിൽ പൂർത്തീകരിക്കാൻ പോകുന്ന പദ്ധതികൾ പറ. തുടങ്ങുന്നല്ല, പൂർത്തീകരിക്കാൻ പോകുന്ന പദ്ധതി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സർക്കാരിന്റെ കണ്ടിന്യൂഷനാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കണ്ടിന്യൂഷൻ ബഡ്ജറ്റിലും കണ്ടിന്യൂഷനാണ്, പ്രവൃത്തിയിലും കണ്ടിന്യൂഷനാണ്, സർക്കാരും കണ്ടിന്യൂഷനാണ്. ഭരണം മാറുന്നത് മാത്രമേ ഉള്ളൂ അല്ലേ? ആ പൂർത്തീകരിക്കാൻ പോകുന്ന ബഡ്ജറ്റിൽ മാറ്റി വെച്ച പണത്തിൻ്റെ അവസ്ഥ പറ. ഞാനൊരു ഉദാഹരണം പറയാം. കേരളത്തിൽ UDF മലയോര ജാഥ നടത്തി പറഞ്ഞ കാര്യം എന്താണ്? കേരളത്തിൽ വന്യജീവി സംഘർഷം, വന്യജീവി മനുഷ്യ സംഘർഷം നടക്കുന്നു എന്നല്ലേ പറഞ്ഞത്? അല്ല, 248 കോടിയുള്ളൂ അല്ലേ? ഒരു മിനിറ്റ്, ബാലഗോപാൽ 282 കോടി പ്രഖ്യാപിച്ചിരുന്നു. കൂടാതെ ആറാട്ടിക്ക് 100 കോടി വെച്ചു. കഴിഞ്ഞ പ്രാവശ്യം ബാലഗോപാൽ 100 കോടി ഇതിന് പുറമെ എന്തിന് വന്യജീവി സംഘർഷത്തിന് കൂടുതൽ വെച്ചിരുന്നു. 382 കോടി വെച്ചിരുന്നു. അത് 248 കോടിയായിട്ടാണോ കുറച്ചത്? അതാണോ വന്യജീവി സംഘർഷം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് VD സതീശൻ സർക്കാരിൻ്റെ മുന്നിലുള്ള ബദൽ മാർഗം? അതാണോ? അങ്ങനെയല്ലല്ലോ. കാരണം 100 കോടി രൂപ വന്യജീവി മനുഷ്യ സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി മാത്രം ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നു. അതിൽ നിന്ന് അത് 100 കോടി എടുത്ത് കളഞ്ഞു. അപ്പോൾ ഇത്രയും നാളും കേരളത്തിൽ നടന്നിരിക്കുന്ന ഈ ആന ചവിട്ടിക്കൊല്ലുന്നതും പുലി പിടിക്കുന്നതുമായ പ്രശ്നങ്ങളൊന്നും ഇനി ഉണ്ടാവാൻ പോകുന്നില്ലേ? ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ലേ? അപ്പോൾ ഇതെന്താ സംഭവിക്കുന്നത്? നമ്മൾ വായും കൊണ്ട് പറഞ്ഞ കാര്യം നടപ്പിലാക്കാൻ കഴിയുന്നുണ്ടോ എന്നായിരുന്നു VD സതീശൻ ഇന്ന് തെളിയിക്കേണ്ടിയിരുന്നത്. വായും കൊണ്ട് പറയാൻ പറ്റിയ കാര്യങ്ങൾ തെളിയിക്കുന്നു. അപ്പം ഞാൻ പറയാം, എനിക്കിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. എന്നാൽ കൊച്ചിയിൽ ഞങ്ങൾ ഒരു ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്റർ പണിയാണെന്ന് പറഞ്ഞു. എവിടെയാണ് ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്റർ പണിയാൻ പോകുന്നത്? ഏത് സ്ഥലത്താണ്? ആലുവയിൽ പണിയെന്ന് പറഞ്ഞത്. അവിടെ കിയാലിൻ്റെ സ്ഥലത്താണ് പണിയാൻ പോകുന്നത്. അപ്പോൾ കിയാലുമായിട്ട് സംസാരിച്ച് കിയാലിന് സാധ്യതയുണ്ട് എന്ന് പറയുന്നു. കിയാൽ PPP മോഡലാണ്. അത് സർക്കാരിൻ്റെ പ്രോജക്റ്റ് അല്ല. അപ്പം PPP മോഡൽ എന്താ? പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പാണ്. അല്ല, അത് ഓൾറെഡി കിയാൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പാണെന്നേ. ഇപ്പോൾ സതീശൻ കൊണ്ടുവന്നാണോ അത്? അല്ല, ഓൾറെഡി സർക്കാരിൻ്റെ അത് PPP മോഡലാണ്. ഓൾറെഡി അവിടെ അവർ തീരുമാനിച്ച് നടപ്പിലാക്കിക്കോളും. കാരണം അവിടെ ഒരു ഡയറക്ടർ ബോർഡ് ഉണ്ട്. ആ ഡയറക്ടർ ബോർഡ് തീരുമാനിച്ച് നടപ്പിലാക്കാനേ കഴിയുള്ളൂ അല്ലേ? ഏതെങ്കിലും ഞാൻ ഒരു ചോദിക്കട്ടെ, ഇത്രയും വലിയ ബഡ്ജറ്റ് പറഞ്ഞല്ലോ, ഒരു PPP മോഡൽ മുന്നോട്ട് വെക്കാൻ പാടില്ലായിരുന്നോ? ഒരെണ്ണം സാമ്പിളിന്. അതാണ് ഞാൻ പറഞ്ഞത്, വൺ ലൈനാണ് എന്നുള്ളത്. ഇനി ഇത് കൂട്ടിച്ചേർക്കാമല്ലോ. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഇന്ന് കേരളത്തിലെ വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ ടാക്സ് നിശ്ചയിച്ചു. കേരളത്തിൽ വീര്യം കുറഞ്ഞ മദ്യങ്ങൾ മദ്യനയത്തിനെതിരായി നിന്നുകൊണ്ട് കേരളത്തിൽ മദ്യവർജനം വേണം എന്ന് പറഞ്ഞ് വലിയ വാദം നടത്തിയ UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഈ പറയുന്ന വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ ടാക്സ് നിശ്ചയിച്ചു. ആരുടെ അനുമതി പ്രകാരമാണ്? ബെക്കാഡിയുടെ ആവശ്യപ്രകാരം. ബെക്കാഡി ആരാ? ബഹുമുഖ കുത്തകയാണ് മദ്യം മാനുഫാക്ചറിംഗിൽ അല്ലേ? വിദേശ മദ്യ കമ്പനിയാണ്. അവരുടെ അനുമതി, അവരുടെ ഉത്തരവ്, അവരുടെ ആവശ്യപ്രകാരം മദ്യ ടാക്സ് നിശ്ചയിച്ചു കൊടുത്തു. അങ്ങനെ ചെയ്യാൻ പാടുമോ? കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിൻ്റെ മുന്നിൽ വന്ന ആവശ്യമാണ്. അവർ നിരാകരിച്ചതാണ്. ആ ആവശ്യമാണ് ഇന്ന് പൂർത്തീകരിച്ചു കൊടുത്തത്. അതോടുകൂടി എന്ത് സംഭവിച്ചു? കേരളത്തിൽ തനതായി ഉണ്ടാക്കിയെടുക്കേണ്ടിയിരുന്ന, കേരളത്തിൽ തനതായി വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഓർഡറിൻ്റെ മറവി ആർക്കാ ഗുണം ചെയ്തത്? ബെക്കാഡിക്ക്. ഇന്നത്തെ ബഡ്ജറ്റ് കൊണ്ട് കിട്ടിയ ഗുണമാണ്. ഇന്ന് ബെക്കാഡിക്കാണ് ഗുണം ഉണ്ടായത് അല്ലേ? നേരത്തെ സ്മൃതി മാഡം പറഞ്ഞു വിഴിഞ്ഞം പ്രോജക്റ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ. വിഴിഞ്ഞം പ്രോജക്റ്റിൽ എന്താ സംഭവിച്ചത്? 6500 കോടി രൂപയുടെ സ്ഥലം ലോൺ എടുക്കാൻ അദാനിക്ക് കൊടുത്തു. അതാണ് ഇടതുപക്ഷ സർക്കാർ എതിർത്തത്. 6000 കോടി രൂപയുടെ സ്ഥലം ലോൺ എടുക്കാൻ അനുമതി ആർക്ക് കൊടുക്കൂ? അദാനിക്ക് കൊടുത്തു. എന്നാൽ പിന്നെ 6000 കോടി സ്വന്തം എടുത്തിട്ട് നമുക്ക് നടത്തിയാൽ പോരായിരുന്നോ? നമ്മളെ സ്ഥലം എടുത്ത് അദാനിക്ക് ലോൺ എടുക്കാൻ കൊടുത്തിട്ട് അവർ അദാനിയുടെ പ്രോജക്റ്റ് 6000 കോടി രൂപ കംപ്ലീറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അതിനെയാണ് എതിർത്തത്, അല്ല വിഴിഞ്ഞ പ്രോജക്റ്റിനെ അല്ല. അപ്പോൾ ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അതാ ഞങ്ങളുടെ അടുത്ത് ഇഷ്ടംപോലെ സ്ഥലം കിടക്കുകയാണ്. ഇപ്പോൾ ഇന്ന് പറഞ്ഞ കഥ കേട്ടോണ്ടിരിക്കുകയാണ്. നിങ്ങൾ സർക്കാരിൻ്റെ അടുത്ത് കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലം മുഴുവൻ പ്രൈവറ്റൈസ് ചെയ്യാൻ പോകും. അപ്പോൾ ഇത് പ്രൈവറ്റ് ഏജൻസികളെ നിക്ഷേപം കൊണ്ടുവരാൻ വേണ്ടി. ഇത് നേരത്തെ എല്ലാ സർക്കാരിനും ചെയ്യാമായിരുന്നേ. എല്ലാവർക്കും ചെയ്യാമായിരുന്നു. എന്താ ചെയ്യാൻ പറ്റാതെ പോയത്? ചെയ്യാൻ പറ്റാത്തത് സർക്കാരിൻ്റെ ഭൂമി ആയതുകൊണ്ടാണ് അല്ലേ?
സർക്കാരിൻ്റെ ഭൂമിയായിരുന്നു. ഇപ്പം എന്താ സംഭവിക്കുന്നത്? ഇപ്പം നമ്മൾ പറയുന്നത് കേരളത്തിൽ പി രാജീവിൻ്റെ പോയിട്ടും കഴിഞ്ഞ പ്രാവശ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് കേരളയിലേക്ക് എന്താ അറിയോ, കേരളത്തിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാണ്. അല്ല നമ്മുടെ സ്ഥലത്ത് കൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊള്ളാനല്ല പറയുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടി വില കൂടിയ സംവിധാനം എന്താ? ഭൂമിയാണ്. ഭൂമിയാണ് ഏറ്റവും കൂടുതൽ വാല്യൂ. നിങ്ങൾ 1 കോടി രൂപയും 2 കോടി രൂപേൻ്റെ ഭൂമി എടുത്തിട്ട് അതിൻ്റെ 50 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊള്ളാൻ പറയുന്നതല്ല സംവിധാനം എന്ന് പറയുന്നത്. കേരളത്തെ തുത്തകളെ കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ കൊണ്ടുവന്നിട്ട് ഭൂമി അടക്കം വാങ്ങി അവർക്ക് ബാക്കിയുള്ള സൗകര്യങ്ങൾ മുഴുവൻ ചെയ്തു കൊടുത്ത് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറയണം. അല്ലേ? അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഒരു മിനിറ്റ്, ദുബായ് അങ്ങനെയാണ്, അങ്ങനെ തന്നെയാണ്. അതിന് ഏതെങ്കിലും സ്ഥലം വിട്ടുകൊടുത്തോ? ലോക കേരള സഭയിൽ സർക്കാർ ഏതെങ്കിലും സ്ഥലം വിട്ടുകൊടുത്തോ? അവരെല്ലാരും ഞങ്ങളുടെ അതാണ് പറയാം, സ്ഥലം വിൽക്കാൻ പറ്റുന്നേ. ഇപ്പൊ നിങ്ങൾക്ക് മിനറൽസ് വിൽക്കാൻ പറ്റും, കേരളത്തിന്റെ പൊതുമുതലാണ്. തീരം വിൽക്കാൻ പറ്റും, കേരളത്തിന്റെ പൊതുമുതലാണ്. സർക്കാരിന്റെ സ്ഥലങ്ങൾ വിൽക്കാൻ പറ്റും, കേരളത്തിന്റെ പൊതുമുതലാണ്. ഇതൊക്കെ വിറ്റാൽ പൈസ കിട്ടും. അത് ഈ മുൻപിരുന്ന ഈ ഉമ്മൻചാണ്ടി സർക്കാരിനും VS അച്യുത സർക്കാരിനും EK നായർ സർക്കാരും ഒന്നും അറിയില്ലാത്തതുകൊണ്ടാണോ ഇടിച്ച് പൈസ എടുക്കാൻ വേണ്ടിയിട്ട്? ഞാൻ ഒരു കാര്യം പറയാം, കേരളത്തിലെ വിദ്യാർത്ഥികൾ എവിടെ പോയി ജോലി ചെയ്യും എന്നാണ് ചോദിക്കുന്നത്. ആ വിദ്യാർത്ഥികൾ ജോലി ചെയ്യേണ്ട പ്രൊജക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഈ ബഡ്ജറ്റ് കംപ്ലീറ്റ് ആയല്ലോ. പത്രസമ്മേളനം ഏത് ബഡ്ജറ്റ് പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ട് പത്രസമ്മേളനം കണ്ടത് VD സതീശൻ ചോദിക്കുകയാണ്, കേരളത്തിലെ വിദ്യാർത്ഥികൾ യുവജനങ്ങൾ എവിടെ പോയി ജോലി ചെയ്യും നിങ്ങൾ പറ എന്ന് പറയാം. VD സതീശനാണെന്ന് പറയേണ്ടത്. കാരണം അദ്ദേഹമാണ് ബഡ്ജറ്റ് പ്രഖ്യാപിച്ചത്. അദ്ദേഹമാണ് പറയേണ്ടത് എവിടെ പോയാൽ ജോലി ചെയ്യേണ്ടതെന്ന്. ഇന്ന് ഞാൻ വേറൊരു കെയർ ഹോമിന് വേണ്ടിയിട്ട് പുതിയ ഹോസ്പിറ്റൽ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. ആർക്ക് വേണ്ടിയിട്ടാണ്? കെയർ ഹോമിന്. UK യിലും US യിലും കാനഡയിലും യൂറോപ്പിലുള്ള അവൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല, കെയർ ഹോമിന് സർട്ടിഫിക്കറ്റ്. ഇവിടെ പാവപ്പെട്ട അല്ലെങ്കിൽ വയോധികരെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി എന്നാണ് വിചാരിച്ചത്. അങ്ങനെയല്ല. UK യിലേക്ക് US യിലേക്ക് അയർലൻഡിലേക്ക് കയറിപ്പോകുന്ന കുട്ടികൾക്ക് ഇവിടുന്ന് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് അവിടെ ജോലി കിട്ടും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അതിപ്പോൾ സംഭവിച്ചെന്താ ഒരു മിനിറ്റ്, സംഭവിച്ചെന്താ പറയുന്നത് എങ്ങനെയാ? കേരളത്തിലെ പാവപ്പെട്ട പ്രായമായവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കോഴ്സ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഇരട്ടത്താപ്പാണ്. രണ്ടും കൈകാര്യം ചെയ്ത രീതി നോക്കിക്കുക നിങ്ങൾ. ഞാൻ ഇന്ന് പറയാം, ഞാൻ വയോജന ബോർഡ് ഉണ്ടാക്കിയല്ലോ, വയോജന മിനിസ്ട്രി ഉണ്ടാക്കിയല്ലോ പുതിയതായിട്ട്. ഒരു 500 കോടി വേണ്ട 100 കോടി 10 കോടിക്ക് എന്ത് ചെയ്യാനാന്നേ? മലബാർ സ്റ്റേഡിയം പണിയാൻ വേണ്ടിയിട്ട് 50 കോടി നീക്കി വെച്ചിരിക്കുന്നു. പുല്ലുവെട്ടാൻ തയ്യോ? പുല്ലുവെട്ടാൻ അന്താരാഷ്ട്ര സ്റ്റേഡിയം എന്നാണ് പറയുന്നത്. അന്താരാഷ്ട്ര സ്റ്റേഡിയം പുല്ലുവെട്ടാൻ തയ്യോ? ഞാനിവിടെ കൊച്ചി സ്റ്റേഡിയം പഠിക്കാൻ പൈസ മുടക്കി നോക്കിയതാണ്, എനിക്കറിയാലോ. നമുക്ക് പേഴ്സണലി അറിയാലോ. പുല്ലുവെട്ടാൻ തയ്യില്ലല്ലോ. 50 കോടി എന്ന് പറയുന്നത് സ്ഥലം മേടിച്ചിട്ട് വേണ്ട പുല്ലുവെട്ടെ. അപ്പം ഇത് പറയും, നടപ്പിലാക്കാം. ഞാൻ പറയുന്നത് എന്താ അറിയോ? നീ ഒരു ദീർഘവീക്ഷണമുള്ള സർക്കാരായിരുന്നു എന്താ ചെയ്യേണ്ടത്? ഈ 19,000 കോടി ഉണ്ടല്ലോ മൂലധന നിക്ഷേപം എന്ന് പറയുന്നത്, അതൊരു 50,000 കോടിയായി കാണിച്ചു തരണമായിരുന്നു. അത് കാണിച്ചു തന്നാൽ നമുക്ക് പറയാം, ഇതാ ഞങ്ങൾക്ക് കൊച്ചിയിൽ ഈ പ്രൊജക്റ്റ് വരുന്നു, തിരുവനന്തപുരത്ത് ഈ പ്രൊജക്റ്റ് വരുന്നു, കോഴിക്കോട് ഈ പ്രൊജക്റ്റ് വരുന്നു, കാസർഗോഡ് പോയിട്ട് വരുന്നു, കണ്ണൂർ ഈ പ്രൊജക്റ്റ് വരുന്നു. അതിനാകെ കൂടിയുള്ളത് എത്രയാ? 19,000 കോടി. അതിന് കിഫ്ബിക്ക് കൊടുക്കണം, PWDക്ക് കൊടുക്കണം, ലോൺ അടയ്ക്കണം. ഈ പറയുന്ന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റുകൾ മുഴുവൻ കംപ്ലീറ്റ് ആക്കണം. വയനാട് തുരങ്കപാത കംപ്ലീറ്റ് ആക്കണം, വേറെ ഏതെങ്കിലുമൊക്കെ നടപ്പിലാക്കണം, അതൊക്കെ കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ പുതിയ 2 ക്യാൻസർ സെൻറ്റർ പ്രഖ്യാപിച്ചേക്കുകയാണ്. പുതിയ 2 ക്യാൻസർ സെൻറ്റർ. എറണാകുളത്ത് ഒരു ക്യാൻസർ സെൻറ്റർ മുഴുവൻ പണി തീർന്ന് കിടക്കാന്നേ. അതിൻ്റെ എക്യുപ്മെൻറ്റ് വാങ്ങിയാൽ നാളെ തുടങ്ങി പണി തുടങ്ങാം. അതിനെന്താ വയ്ക്കാത്തത്? ഇത് ഒരു ക്യാൻസർ സെൻറ്റർ ബിൽഡിങ്ങുകൾ മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് ഉദ്ഘാടനം എക്യുപ്മെൻറ്റിന് മാത്രം വെയിറ്റ് ചെയ്യാണ്. ആ എക്യുപ്മെൻറ്റ് മാത്രം അതിനൊരു 300 കോടി കൊടുത്തിരുന്നെങ്കിൽ കേരളത്തിലെ ഏറ്റവും നല്ലൊരു ക്യാൻസർ സെൻറ്റർ കൊച്ചിയിൽ വന്നേനെ. പക്ഷേ അതിന് കൊടുത്തില്ല. പക്ഷേ എന്ത് ചെയ്തു? മലബാറിൽ പുതിയ 2 ക്യാൻസർ സെൻറ്റർ കൊടുത്തു. ഇതിനാണോ ദീർഘവീക്ഷണം എന്ന് പറയുക? 2 IT ഹബ്ബ് പുതിയത് പ്രഖ്യാപിക്കുകയാണ്. ഉള്ള IT ഹബ്ബിൻ്റെ അകത്ത് കാര്യമായ മുന്നോട്ടുള്ള സംവിധാനമല്ല നടപ്പിലാക്കേണ്ടത്. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മൾ ഈ പറഞ്ഞൊരു കാര്യമില്ലല്ലോ. അപ്പോൾ 205 കോടി രൂപയുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റും 2,05,000 കോടി രൂപയുടെ മൊത്തം ചെലവും 2,17,000 കോടി രൂപയുടെ മൊത്തം ചെലവും തമ്മിൽ എന്താ വ്യത്യാസം? ശരി, ഒരു വ്യത്യാസമില്ല. ഇപ്പോൾ ഒരു കാര്യം പറയുന്നത് എന്താ അറിയോ? പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നൊന്ന്. ഞാൻ അറ്റ്ലീസ്റ്റ് ഇങ്ങനെ പറഞ്ഞു, ഞാനൊരു കാര്യം കേൾപ്പിച്ചു തരാം കേട്ടോ. എന്താണെന്നറിയോ? അതിൻ്റെ അകത്ത് പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് വാക്കാണ് പ്രധാനം എന്നാണ്. എല്ലാം പറയുന്നത് എന്താ? വാക്കാണ് പ്രധാനം എന്ന്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് ഈ വാക്ക് പ്രയോഗിക്കുമ്പോൾ നോക്കിയോ, വാക്ക് പറയുമ്പോൾ മറന്നുപോലെ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ വിശ്വാസ്യത എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. 2,500 രൂപ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആക്കി വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞാൽ 1,600 രൂപയെന്ന്. ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ ഒരാഴ്ച മാത്രം ബാക്കിയുള്ളപ്പോ 400 രൂപ കൂട്ടി. അപ്പൊ ഇപ്പൊ ഞങ്ങൾ പ്രഖ്യാപിക്കും, തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങൾ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങളത് ആദ്യത്തെ ബഡ്ജറ്റിൽ തന്നെ ഞങ്ങൾ നടപ്പാക്കും. ഞാനിപ്പോ കണക്ക് പറയുന്നില്ല, കാരണം ഞങ്ങളത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. ഞങ്ങൾ പ്രഖ്യാപിക്കും UDF ബജറ്റിൽ തന്നെ, ആദ്യത്തെ ബജറ്റിൽ തന്നെ, ആ ഫസ്റ്റ് ബജറ്റിൽ പ്രഖ്യാപിക്കും. ഇതാണ് വാക്കാണ് പ്രധാനം. ശരി.
Editors.